ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലത്തീൻ വേദപാഠനം സാധാരണ കാലം 12-ാം ഞായർ. ജോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-ാമത്തെ വാക്യവും 8 മുതൽ 11 വരെ വാക്യവുമാണ്. ഈ 38-ാമത്തെ അധ്യായം 1 മുതൽ 41-ാം അധ്യായം 34 വരെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവമായ കർത്താവ് ആകാശം സംസാരിക്കുകയാണ്. അതായത് അതുവരെ ജോബും സ്നേഹിതന്മാരും നമ്മൾ ചർച്ചയായിരുന്നു. നിഷ്കളങ്കൻ എന്തുകൊണ്ട് സഹിക്കുന്നു, നിഷ്കളങ്കർക്ക് എന്തുകൊണ്ട് രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാപം മൂലമാണ് സഹിക്കുന്നതെന്ന് സ്നേഹിതന്മാർ, അങ്ങനെയല്ലെന്ന് ജോബ്, അങ്ങനെ ഒരുപാട് തർക്കങ്ങളാണ്. അതിൻ്റെ അവസാനത്തിൽ ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്നതിൽ ആദ്യത്തെ ഏതാനും വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും വീഡിയോയുടെ വലിപ്പം കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. എന്താണ് ദൈവം ഇങ്ങനെ സംസാരിച്ചിട്ട് ചെയ്തത് എന്ന കാര്യം മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ്. ചക്രവ്യൂഹത്തിൽ അകത്തപ്പെട്ടതുപോലെ ആയിരുന്നല്ലോ ജോബ് തൻ്റെ സ്നേഹിതന്മാരുടെ ഇടയിലായിരുന്നത്. വ്യാജമായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അപ്രസക്തമായ കാര്യങ്ങളും പറഞ്ഞ് അവർ ഇയ്യോബിനെ വീർപ്പ് മുട്ടിച്ചിരുന്നു. പ്രതിഭയുടെ ചങ്കൂറ്റം കൊണ്ട് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ രചയിതാവ് ചെയ്യുന്നത്. നിഷ്കളങ്കന സഹനം എന്ന പ്രഹേളിക പരിഹരിക്കാനുള്ള ഉത്തരം കൊടുക്കുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നില്ല. പ്രത്യുത ഒരു ഉത്തരം തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ പ്രഹേളികയെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ജോബിന് ചോദ്യം ചോദിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ്. പുതിയൊരു വീതിയിൽ നിന്നുകൊണ്ടാണ്, പുതിയൊരു ഭ്രമണപഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് പ്രശ്നത്തെ സമീപിക്കുന്നത്. അതായത് ജോബിനോട് പറയുകയാണ്, നീ ഇങ്ങനെയല്ല നോക്കേണ്ടത് പ്രശ്നത്തെ, നീ ഒരു പുതിയ വീതിയിൽ, പുതിയ ഭ്രമണപഥത്തിലേക്ക് കയറുക. അപ്പം നിനക്ക് കാര്യങ്ങൾ വേറെ തരത്തിൽ വീക്ഷിക്കാൻ പറ്റും. താൻ നിഷ്കളങ്കനാണെന്ന് ജോബ് ആണയിട്ട് സത്യം ചെയ്തിരുന്നു. 27:1-6, 31:5-40. സർവശക്തൻ തനിക്ക് മറുപടി തരട്ടെ എന്ന് വെല്ലുവിളിക്കും ചെയ്തിരുന്നു. 31-35. അപ്പോൾ ദൈവം 2 പ്രസംഗങ്ങളാണ് പറയുന്നത് മറുപടിയായിട്ട്. അധ്യായം 38-39 ഒരു പ്രസംഗം, പിന്നെ 2നും ഇയ്യോബ് ചെറിയൊരു മറുപടി കൊടുക്കുന്നുണ്ട്. 40:3-5, 42:1-6. ഈ 40-41 രണ്ടാമത്തെ പ്രസംഗം. വിചിത്രമെന്ന് പറയട്ടെ, ഇയ്യോബിൻ്റെ നിഷ്കളങ്കതയല്ല, അജ്ഞതയും ബലഹീനതയുമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ നിഷ്കളങ്കനാണെന്ന് ജോബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അത് സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും കർത്താവ് ചെയ്യുന്നില്ല. മറിച്ച് നീ എത്ര ബലഹീനനാണ്, നീ എത്ര അജ്ഞനാണ് എന്ന് പറയാണ്. ഇയ്യോബിനെ ദൈവം ക്രോസ് വിസ്താരം ചെയ്യുക. ചോദ്യങ്ങൾ മാത്രമേ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളൂ, ഉത്തരങ്ങളില്ല. ജ്ഞാനം, ശക്തി എന്നിവയെക്കുറിച്ച് ശരിയായ പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ് ഉണ്ടാകണമെങ്കിൽ വിനയം വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ഇയ്യോബിൽ ഉളവാക്കുകയാണ് ദൈവത്തിൻ്റെ ക്രോസ് വിസ്താരത്തിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് ദൈവം എടുത്തതെന്ന് വളരെ വ്യക്തമാണ്. ദൈവത്തെ ന്യായീകരിക്കുന്നതിന് മുൻപ് 40:8 തന്നെ നീതിമൽക്കരിക്കാനാണ് 32:2 ഇയ്യോബ് ശ്രമിച്ചത്. അതിനാൽ ആദ്യം ദൈവമാണ് ശരി എന്ന് സമർത്ഥിച്ചതിന് ശേഷമേ ഇയ്യോബിൻ്റെ നിരപരാധിത്വം, നിഷ്കളങ്കത ദൈവം സാക്ഷ്യപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തേ. ഇയ്യോബ് ന്യായാധിപന ദൈവത്തിൽ ആരോപിച്ച ക്രിമിനൽ കുറ്റങ്ങൾ ശരിയല്ലെന്ന് തെളിയിച്ചിട്ടല്ലേ ഇയ്യോബ് നിരപരാധിയാണെന്നും നിഷ്കളങ്കനാണെന്നും പരമോന്നത നീതിപീഠമായ ദൈവത്തിന് വിധി പ്രസ്താവിക്കാനാകൂ. 42:7 കത്തോലിക്കരുടെ മതബോധനം 223-300 നിങ്ങൾക്ക് വായിക്കാം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരം പറയാൻ കഴിവില്ലാത്ത മനുഷ്യന് ഇഹലോകത്തെയും പരലോകത്തെയും സംബന്ധിക്കുന്ന സഹനമെന്ന രഹസ്യത്തെ അപഗ്രഥിക്കാൻ കഴിയുമോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ചോദ്യം ഇന്ന് നമ്മൾ കേട്ട ഇന്നത്തെ ഈ തിരുവചനം കേട്ടത് നോക്കുക. ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കഥകൾ അടച്ച് തടഞ്ഞവൻ ആരാണ്? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ഉടയാടയും ആക്കി. ഞാൻ അതിന് നിശ്ചയിച്ചു, കഥകും ഓടാമ്പലും അതിന് വെച്ചു. ഞാൻ കൽപ്പിച്ചു, ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനപ്പുറം വരുത്. ഇവിടെ നിന്റെ തിരമാലയുടെ ഗർഭം നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കർത്താവ് ചോദിക്കണേ. നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ. ഇയ്യോബിന് ഉത്തരം പറയാൻ പറ്റില്ല, മനുഷ്യർക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അതായത് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പോലും, ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പോലും മനുഷ്യന് കൃത്യമായ അറിവില്ല. അപ്പോൾ പരലോകത്തെയും ഇഹലോകത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അതിൽ
അവിടെയൊക്കെ ഈ സകലത്തിന് അർത്ഥമുള്ളപ്പോൾ അതിനൊക്കെ എല്ലാ ലോകത്തും അർത്ഥമുള്ള സംഗതിയാണ് സകലം. അതിന് അർത്ഥം തേടിപ്പോയി എങ്ങനെ ശരിയാകും? ഇഹലോകത്തെ കാര്യങ്ങൾ പോലും അറിയാത്ത മനുഷ്യൻ തൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരോട് താൻ എങ്ങനെ പെരുമാറുമെന്ന് വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാകുമോ? അത് സ്വകാര്യതയുടെ ലംഘനമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരോട് താൻ എങ്ങനെ പെരുമാറുന്നുവെന്ന് വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാകുമോ? ഇല്ല. അത് സ്വകാര്യതയുടെ ലംഘനമാകും. ആത്മബന്ധത്തിൻ്റെ രസതന്ത്രം പുറത്ത് പറയാമോ? പാടില്ല. പരിചിതമായ പ്രപഞ്ചം മുഴുവൻ, നക്ഷത്രങ്ങൾ, കാലാവസ്ഥ, കര, കടല്, ആകാശപ്പറവുകൾ, സമുദ്രജീവികൾ, ഇവയൊക്കെ വിസ്മയങ്ങളാണ്, രഹസ്യമാണ്. ഒരൊറ്റ മണ്ണിൻ തരിയെ മത്തൻ്റെ പണ്ഡിതം അറിഞ്ഞതുണ്ടോ? പരന്ന വാനിൽ പലമട്ടുപായും ബ്രഹ്മാണ്ഡ കാണ്ഡങ്ങൾ എന്ത് പിന്നെ? അങ്ങനെയാണ് കവി പാടണേ. അപ്പോൾ അത്രയും രഹസ്യങ്ങളും വിസ്മയങ്ങളുമാണ് നമ്മൾ കണ്ടുപിടുന്ന, ഈ ലോകത്ത് കണ്ടുപിടുന്ന സകല സംഗതികളും. അന്നും ഇന്നും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആയിരിക്കും ചെയ്യും. ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നില്ലേ? മനുഷ്യവംശത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന നൂറായിരം സംഗതികളെയും കണക്കില്ലാത്ത ജീവികളെയും ദൈവം പരിപാലിക്കുന്നുണ്ട്. വിലക്ഷണമെന്നോ വിചിത്രമെന്നോ രാക്ഷസീയമെന്നോ പൈശാചികമെന്നോ മനുഷ്യർക്ക് തോന്നുന്ന ജീവികൾ ഉൾപ്പെടെ അനന്തവും അജ്ഞാതവുമായ ജൈവ വൈവിധ്യവും സമ്പന്നതയും ഈ ലോകത്തുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അവയ്ക്കെല്ലാം സ്ഥാനമുണ്ട്. അവയിൽ ദൈവം ആനന്ദിക്കുന്നു. ധാർമ്മികതയുടെയും നീതിയുടെയും കാര്യത്തിലും ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴി അല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ഇപ്പം നമ്മൾ ദൈവത്തെ, ഈ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇപ്പം നമ്മുടെ ഇടയിൽ നമ്മൾ തന്നെ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിഷ്കളങ്കൻ സഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുകയല്ല കർത്താവ് ചെയ്തത്. മറിച്ച് അതിനെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, അവനുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം അർത്ഥമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ വേറൊരു ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗർഭം അലസിപ്പോകുന്നു, അതായത് ഒരു കുഞ്ഞു ഗർഭത്തിൽ ഉണ്ടാകുന്നു, പക്ഷേ ജനിക്കാതെ, അത് ഞാൻ അബോർഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഗർഭഛിദ്രം അല്ല പറയുന്നത്, ഗർഭം സ്വാഭാവികമായിട്ട് അലസിപ്പോകുന്നു. അപ്പം പിന്നെ അലസിപ്പോകാനുള്ളതാണെങ്കിൽ എന്തിനാണ് ഈ ദൈവം ഈ കുഞ്ഞിനെ ഗർഭത്തിൽ കൊടുത്തത് എന്നാണ് ചോദ്യം. എന്തുമാത്രം വേദനയാണ് ആ കുടുംബത്തിനുണ്ടാകുക, അമ്മയ്ക്കുണ്ടാകുക, അതൊക്കെ കാര്യം തന്നെ, ശരി തന്നെ. അതൊരു പരിപ്രേക്ഷ്യം. മറിച്ചൊരു പരിപ്രേക്ഷ്യം നോക്കുക. ആ അലസിപ്പോകുന്ന കുഞ്ഞിനെ ദൈവം എന്താ ചെയ്യുന്നത്? ഒരു മാലാഖയെ പോലെ ആക്കി ദൈവത്തിൻ്റെ സിംഹാസനം താഴേക്ക് കൊണ്ടുപോവുകയാണ്. വിശുദ്ധരുടെ ആത്മാക്കൾ അവിടെയുള്ള ഇരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ. എന്നിട്ട് ആ വിശുദ്ധരുടെ ആത്മാക്കൾ എന്താ ചെയ്യുന്നത്? അവരുടെ പ്രാർത്ഥനകൾ ഈ മാലാഖയുടെ ധൂപക്കുറ്റിയിലിടുന്നു. പുകച്ചുരുൾ ഉയരുമ്പോൾ ആ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഉയരുന്നു. അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഈ സ്ത്രീയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ തൊട്ട് താഴെ ഇരുന്ന് ആ കുഞ്ഞ് ഈ കുടുംബത്തിന് വേണ്ടി ഒരു മാലാഖയെ പോലെ ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിന് നല്ലതോ ചീത്തയോ? നല്ലതല്ലേ? നിങ്ങളുടെ അലസിപ്പോയ കുഞ്ഞ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരുന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് വെളിപാട് പുസ്തകം 8:1-4 പറയുന്നത്. അപ്പോൾ അത് നല്ല കാര്യമല്ലേ? നമ്മുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ഗർഭത്തിൽ കിടന്നൊരു കുഞ്ഞ് അപ്പം തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ സിംഹാസനം താഴെ ഇരുന്ന് നിങ്ങളുടെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഉയർന്ന ഭ്രമണപഥം എന്ന് പറയുന്നത്. അത് നല്ല കാര്യമല്ലേ? വേദനയുണ്ട്. അപ്പോൾ അതാണ് സഹനമെന്ന് പറഞ്ഞത്. സഹനവും തേജസ്സും ഒരേ സമയത്താണ്. രണ്ട് പരിപ്രേക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ പരിപ്രേക്ഷ്യം, നമ്മുടെ പരിപ്രേക്ഷ്യവും. നമ്മുടെ പരിപ്രേക്ഷ്യത്തിൽ മാത്രം നിൽക്കാതെ ദൈവത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ കാര്യങ്ങൾ കാണൂ എന്നാണ് ജോബിനോട് പറഞ്ഞത്, നമ്മളോടും പറയുന്നത്.